രാം നാരായൺ രാം. യുവതലമുറ അതിമൂല്യമായ ശക്തിയാണ്. യുവതലമുറയെ തെറ്റായ വഴിയിലേക്ക് നയിച്ചാൽ സമൂഹത്തിൻ്റെ നന്മ ഒരിക്കലും സാധ്യമാകില്ല. യുവതലമുറ എല്ലാ മനുഷ്യരുടെയും ശക്തിയാണ്, ഭൂമിയുടെ ശക്തിയാണ്. ദൈവം മനുഷ്യരോട് എപ്പോഴും നല്ലത് ചെയ്യാൻ പറയുന്നു. മനുഷ്യൻ ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നല്ല ഭക്ഷണം ആവശ്യമാണല്ലോ. അതുപോലെ ശരീരത്തെ ആരോഗ്യമാകാൻ ധ്യാനം അനിവാര്യമാണ്. അതിനാൽ നിങ്ങൾ ദിവസവും ധ്യാനം ചെയ്യണം. എല്ലാവർക്കും ഒരേ മാതാപിതാക്കൾ, അവരാണ് രാം നാരായൺ രാം. അവൻ തന്നെയാണ് നമ്മെ ജനിപ്പിച്ചതും ഭൂമിയിലേക്ക് അയച്ചതും ആകാശത്തിൽ നിന്ന് ഈ ലോകത്തേക്ക് ഇറക്കിയത്. മനുഷ്യരുടെ യഥാർത്ഥ മാതാപിതാക്കളെ എല്ലാവരും മറന്നുപോയി. അവരാരും ഓർക്കുന്നില്ല. യഥാർത്ഥ മാതാപിതാക്കളാണ് വിവേകം, അതാണ് രാം നാരായൺ രാം, അതാണ് ദൈവം, അല്ലാഹ്, ഖുദ, ഭഗവാൻ. പിന്നെ നമുക്ക് അവരെ എന്തിന് ആദരിക്കരുത്? അവർക്കെന്തിന് വില കൊടുക്കരുത്? പഠിച്ചവർ അനേകം ഉണ്ട്. ഡോക്ടർമാർ, എഞ്ചിനീയർമാർ, ശാസ്ത്രജ്ഞർ. എല്ലാവരും ധ്യാനം ചെയ്യണമെന്ന് അവർക്കറിയിക്കണം. നമ്മുടെ ശരീരത്തിനകത്ത് അനേകം ആത്മാക്കൾ ഉണ്ട്. അവയെ അവഗണിക്കരുത്. അവയ്ക്കും അതേപോലെ വിലയുണ്ട്. നിങ്ങൾ അവയെ പരിപാലിക്കണം, പോഷിപ്പിക്കണം, ശരിയായി സംരക്ഷിക്കണം. കാരണം അവ സൈനികരാണ്, നമ്മൾ രാജാവാണ്. രാജാവിനോട് വിവേകം പറയുന്നു എന്ത് ചെയ്യണം, എന്ത് ചെയ്യരുത്. അതിനാൽ യഥാർത്ഥ ആരാധന രാം നാരായൺ രാമിനുള്ള ആരാധനയാണ്. ഈ ഭൂമിയിലെ എല്ലാ മനുഷ്യരും തങ്ങളുടെ ശത്രുക്കളാണ്. താൻ തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ധ്യാനം ഓരോ മനുഷ്യൻ്റെയും അവകാശമാണ്. മരങ്ങളും ചെടികളും പോലും ധ്യാനം ചെയ്യുന്നു. നിങ്ങൾക്കത് ഒരു ശീലമാക്കണം. ഈ ഭൂമിയിലെ എല്ലാ ജീവികളും പരസ്പരം സംസാരിക്കുന്നു. ശബ്ദമില്ലാതെ ജനിച്ച ഒന്നും ഇല്ല. ശാസ്ത്രജ്ഞർ പ്രകൃതിയിലൂടെ എല്ലാം പഠിച്ച് പുതിയ കണ്ടുപിടുത്തങ്ങൾ ചെയ്യുന്നു. പ്രകൃതിയിൽ തന്നെ തേങ്ങയ്ക്കുള്ളിൽ വെള്ളം നിറച്ചിരിക്കുന്നു, നമ്മൾ കുടിക്കാനായി. പ്രകൃതിക്ക് മനുഷ്യർക്കാവശ്യമായ എല്ലാ ദാനങ്ങളും നൽകിയിരിക്കുന്നു. പ്രകൃതി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യൻ ഉറങ്ങിക്കിടക്കുന്നു. പ്രകൃതിക്ക് ഒരിക്കലും വിശ്രമിക്കാനാകില്ല. കാറ്റ് ഒരിക്കലും വിശ്രമിക്കില്ല, സൂര്യൻ ഒരിക്കലും വിശ്രമിക്കില്ല. അവ സ്വതന്ത്രമായും തൃപ്തികരമായും പ്രവർത്തിക്കുന്നു. മനുഷ്യൻ അവയെ നോക്കി പഠിക്കണം. പ്രകൃതി സൃഷ്ടിച്ച ആചാരങ്ങളെയും നയങ്ങളെയും അനുസരിക്കണം. മനുഷ്യൻ നിർമ്മിച്ച നിയമങ്ങൾ പിന്തുടരേണ്ടതില്ല. പ്രകൃതിയാൽ നൽകിയതേയുള്ളൂ സത്യമായ ധർമ്മം, സത്യമായ കർമ്മം. ധർമ്മം ഒരാളുടെയും സ്വകാര്യസ്വത്തോ അവകാശമോ അല്ല. അത് എല്ലാവർക്കും ഒരുപോലെയാണ്. ധർമ്മവും രാഷ്ട്രീയവും ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണ്. ഇവയിൽ ഏതെങ്കിലും ഒന്നിനെ നീക്കം ചെയ്താൽ അത് ഉപ്പ് ഇല്ലാത്ത ഭക്ഷണപദാർത്ഥം പോലെ ആയിരിക്കും. മനുഷ്യർക്ക് ധർമ്മത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ബോധവൽക്കരണം വേണം. ധർമ്മത്തിൻ്റെ പ്രാഥമിക തത്വം നമ്മുടെ വിവേകത്തോട് ചേർന്ന് ജീവിക്കുകയാണ്. നമ്മുടെ സ്വഭാവം വെള്ളത്തെയും വായുവിനെയും പോലെ ലളിതമായിരിക്കണം. വെള്ളവും വായുവും നാം ആവശ്യമുള്ളപ്പോൾ ഉപയോഗിക്കാം, ഇല്ലെങ്കിൽ ഉപേക്ഷിക്കാം. അതുപോലെ ധർമ്മവും ഒരേ രീതിയിലായിരിക്കണം. ഭൂമിയിൽ ധർമ്മം ഒരു വ്യാപാരമായി മാറിയവർക്ക് എതിരെ നിലകൊള്ളണം. പ്രകൃതിയാണ് ഏറ്റവും മഹത്തായ ധർമ്മം. പ്രതിയൊരുത്തനും അതിൻ്റെ അർത്ഥം മനസ്സിലാക്കണം. രാം നാരായൺ രാമുമായി ഒരുമയാകുമ്പോൾ ഒരാളുടെ ജീവിതം സ്വാഭാവികമായി സമാധാനത്തോടെ ആയിരിക്കും. രാം നാരായൺ രാം എപ്പോഴും നമ്മെ ഒരു കാര്യമാണ് പഠിപ്പിക്കുന്നത്: സമാനമായ ചിന്തയോടെ നിലകൊള്ളുക, നല്ല പ്രവർത്തികൾ ചെയ്യുക, ശക്തമായവരെ സഹായിക്കുക. രാം നാരായൺ രാമിലൂടെ സമൂഹത്തിലെ എല്ലാ നെഗറ്റീവ് ഊർജങ്ങളും ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നു.